കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ട്രക്കിന് വേണ്ടിയുള്ള തെരച്ചിലിൽ പുരോഗതി. ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഇന്ന് ഉത്തരമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈശ്വർ മൽപ്പയുടെ തെരച്ചിലിൽ പല ഇടങ്ങളിലായി പല സമയങ്ങളിൽ ഇന്ന് ഈശ്വർ മൽപ്പെ നടത്തിയ ഡൈവിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി, സ്റ്റിയറിങ്ങും ടയറിൻ്റെ ഭാഗങ്ങളും കണ്ടെത്തി. പക്ഷേ ഇത് അർജുൻ്റെ ട്രക്കിൻ്റേത് തന്നെയാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല. ഇപ്പോൾ ഈ ഡ്രഡ്ജറിൽ ക്രെയിൻ ഘടിപ്പിച്ച് ലോറി ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കാർവാർ SP, കാർവാർ MLA, മഞ്ചേശ്വരം MLA, പോലീസ് റെസ്ക്യൂ ടീം അംഗങ്ങളടക്കം അവിടെയുണ്ട്. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത്. അലക്സ്, ഡ്രഡ്ജറിൽ ഘടിപ്പിച്ച ക്രെയിൻ അത് വെള്ളത്തിലേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടിരുന്നു. അതിൽ നിന്ന് എത്രമാത്രം പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഇപ്പോൾ? കൃഷ്ണ, ഒരു 15-20 മിനിറ്റായി ഈ ക്രെയിൻ അത് ലോറിയിൽ ഘടിപ്പിക്കുന്നുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപ്പെ നേരത്തെ ഈ ഡ്രഡ്ജറിൽ നിന്ന് ഈ ക്രെയിനിലെ തന്നെ വടത്തിലൂടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്നു, ജലത്തിലേക്ക് ഇറങ്ങിയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ ക്രെയിനിന്റെ പൊസിഷൻ അത് ഇടതുവശത്തേക്ക് നീക്കുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ 20 മിനിറ്റായി ആ ശ്രമം തുടരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ആ ക്രെയിനിൽ ആ ലോറിയിൽ ആ ക്രെയിനിന്റെ ഹുക്ക് അത് ഘടിപ്പിക്കുന്നുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി ശ്രമകരമായ ജോലിയായിരിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് തലകീഴായി മറിഞ്ഞു കിടക്കുന്ന ലോറിയാണ്. ആ ലോറിക്ക് മുകളിൽ മണ്ണും അതുപോലെ ചെളിയും കല്ലുമൊക്കെ വന്ന് പതിച്ചിട്ടുണ്ട്. അതിനിടയിൽ നിന്നാണ് അദ്ദേഹത്തിന് ശക്തമായ ഒരിടം കണ്ടെത്തിയ ആ ഹുക്ക് അവിടെ ചെയ്യേണ്ടത്, അത് ഘടിപ്പിക്കേണ്ടത്. അങ്ങനെ ഘടിപ്പിച്ചാൽ മാത്രമായിരിക്കും കൃത്യമായി ആ ഉയർത്തുന്ന നടപടി സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രാഥമിക നടപടി ഈ ക്രെയിനിന്റെ ഹുക്ക് ഈ ലോറിയിൽ ഘടിപ്പിക്കുക എന്നുള്ളതാണ്. ശ്രമകരമായ ജോലിയാണത്. ആ ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ 20-25 മിനിറ്റായി ഈശ്വർ മാൽപ്പെ എന്നുള്ളതാണ്. അദ്ദേഹം മാത്രമാണ് നിലവിൽ ഈ ഡൈവ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മാത്രമാണ് ഈ ഗംഗാവാലിയുടെ അടിത്തട്ടിലേക്ക് എത്തി ഈ ലോറി ഘടിപ്പിക്കുന്നതിനുള്ള, ലോറിയിൽ ഈ ക്രെയിനിന്റെ ഭാഗം ഘടിപ്പിക്കുന്നുള്ള ശ്രമം നടത്തുന്നത്. മറ്റു ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. കാർവാർ MLAയും അതുപോലെ കാർവാർ SPയും മഞ്ചേശ്വരം MLA അടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ ആ ഡ്രഡ്ജറിൽ തന്നെയുണ്ട്. അവർ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നേരത്തെ ഈ ഡ്രഡ്ജർ അടുപ്പിച്ച പൊസിഷനിൽ നിന്ന് കുറച്ചു മാറി, അതായത് മീറ്ററുകൾ ഇടത്തേക്ക് മാറിയാണ് ഇപ്പോൾ അദ്ദേഹം പൊസിഷൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കുന്നത് അദ്ദേഹം ഉയർത്താനുള്ള നിർദ്ദേശം അദ്ദേഹം നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം വെള്ളത്തിൽ നിന്ന് ഉയർന്ന മുകളിൽ വന്ന ഈ കമ്പനി അതായത് ഈ ട്രെയിൻ ഉയർത്തുന്ന ആളോട് അത് ഉയർത്തുന്നുള്ള നിർദ്ദേശം നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ നിന്ന് നീങ്ങേണ്ടി വരും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഉയർത്താനാണ് പറഞ്ഞതെങ്കിൽ ആ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 20-25 മിനിറ്റ് ശ്രമിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ഹുക്ക് ചെയ്യുന്നുള്ള നടപടി പൂർത്തിയാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അദ്ദേഹം വീണ്ടും ഡൈവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ലോറിയെ ഘടിപ്പിക്കുന്ന ആ നടപടി അത് പൂർത്തിയായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ക്രിസ്റ്റീന, ഈ ഷിരൂർ ദൗത്യം, അതായത് അർജുനെ കണ്ടെത്തുന്നതിനുള്ള ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ സമയമാണ്. ഏറ്റവും നിർണായകമായ മണിക്കൂറാണ് ഈ കടന്നു പോകുന്നത്. നേരത്തെ ഇന്നലെയും ഇന്നുമായി ഈ മേഖലയിൽ നിന്ന് ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ, അത് ലോഹഭാഗങ്ങളാകട്ടെ ലോറിയിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങളാകട്ടെ, അതെല്ലാം കണ്ടെത്തിയത് ഈ മേഖലയിൽ നിന്നാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത്. ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്ന ആ പ്രദേശമാണിത്. ആ പ്രദേശത്താണ് അർജുന്റെ ലോറി ഒതുക്കി അർജുൻ വിശ്രമിച്ചിരുന്നത് എന്നുള്ളതാണ് മനാഫ് അടക്കം നേരത്തെ നൽകിയിരുന്നത്. അങ്ങനെ തന്നെയാണ് സ്ഥിരീകരണവും. അതുകൊണ്ട് ആ സ്ഥിരീകരണം അനുസരിച്ചുള്ള പരിശോധനയാണ് ഏറ്റവും അഭികാമ്യം എന്നുള്ളതാണ് ഈ ജില്ലാ ഭരണകൂടവും അതുപോലെ തിരച്ചിൽ സംഘവും ഒക്കെ ആദ്യഘട്ടം മുതൽ സ്വീകരിക്കുന്നത്. നേരത്തെ നാവിക സംഘത്തിന്റെയും ഒക്കെ ഈ സോണാർ പരിശോധനയിലും റഡാർ പരിശോധനയിലും ഒക്കെ ചില ലോഹ സാന്നിധ്യത്തിന്റെ കൂടുതൽ സജീവ സാന്നിധ്യം കണ്ടെത്തിയ ഇടങ്ങൾ അത് ഓരോ പോയിന്റായി അടയാളപ്പെടുത്തിയിരുന്നു. അങ്ങനെ 4 പോയിന്റുകൾ ഈ ഗംഗാവലി പുഴയുടെ വിവിധ ഇടങ്ങളിലായി അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കോൺടാക്ട് പോയിന്റ് 4, അതായത് CP4 എന്ന പ്രദേശത്താണ് ഈ ലോഹഭാഗത്തിന്റെ സജീവ സാന്നിധ്യം, അതായത് കൂടുതൽ സാന്നിധ്യം കണ്ടെത്തിയത്. ആ മേഖലയിൽ ഇന്നലെ പരിശോധന ആരംഭിച്ചിരുന്നു. ഇന്നും തുടക്കത്തിൽ ആ മേഖലയിലാണ് പരിശോധന ആരംഭിച്ചത്. അവിടെ നിന്നാണ് തടിക്കഷ്ണം അടക്കം കണ്ടെത്താൻ സാധിച്ചത്. അത് ഈശ്വർ മാൽപ്പയ്ക്കാണ് തടിക്കഷ്ണം അടക്കം കിട്ടിയത്. അതിനുശേഷം ഈശ്വർ മാൽപ്പെ തൊട്ട് താഴേക്ക്, അതായത് ആ പോയിന്റിൽ നിന്ന് ഏതാണ്ട് 60 മീറ്റർ താഴേക്ക് നടത്തിയ പരിശോധനയിൽ, മുങ്ങി വെള്ളത്തിന് അടിത്തട്ടിലേക്ക് പോയി നടത്തിയ പരിശോധനയിലാണ് അടിത്തട്ടിൽ തല കീഴായി ഒരു ലോറി ഉണ്ട്, ഒരു ട്രക്ക് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്, ഉയർന്നുവെന്ന് അദ്ദേഹം പറയുന്നത്. അത് തലകീഴായി കിടക്കുന്ന സ്ഥിതിയാണ്. അതിന്റെ 2 ടയറുകൾ
ടയറുകൾ കാണാൻ പറ്റുന്ന സാഹചര്യത്തിലാണ്. അങ്ങനെ വിസിബിൾ ആയിരുന്നു. പക്ഷേ അദ്ദേഹം മൊബൈൽ ഫോൺ അകത്ത് കൊണ്ടുപോയി ചിത്രീകരിച്ചതിൽ അത് അത്ര കണ്ട് വിസിബിൾ അല്ല. ടയറുകൾ കാണാം, പക്ഷേ ലോറിയുടെ ഭാഗങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അത് മണ്ണും ചെളിയും അടിഞ്ഞ് അതിന് മുകളിലേക്ക് വന്നതുകൊണ്ടാണ്. ഇപ്പോൾ നിലവിൽ ഈ ലോറി കണ്ടെത്തിയതിന്റെ തൊട്ട് താഴെ ഏതാണ്ട് 30 മീറ്റർ താഴെയായ മറ്റൊരു വാഹനത്തിന്റെ ഈ സ്റ്റിയറിംഗ് ബോക്സും അതുപോലെ ക്ലച്ചും ആ ബോക്സും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് പക്ഷേ തന്റെ വാഹനത്തിന്റേതല്ല എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. അതുമാത്രമല്ല, ഈ സമയത്ത് ഈ അപകട ദിവസം ഇവിടെ 2 വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു എന്നാണ് നേരത്തെ ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒന്ന് ഒരു ടാങ്കറാണ്. ആ ടാങ്കറിന്റെ സിലിണ്ടർ അത് ഇവിടെ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറം ഈ അപകടം നടന്ന ആദ്യ ദിവസങ്ങളിൽ കണ്ടെത്തിയിരുന്നു. പക്ഷെ ആ ടാങ്കറിന്റെ മറ്റു ഭാഗം കണ്ടെത്തിയില്ല. ആ ടാങ്കറിന്റെ ചില ബോഡി പാർട്സുകൾ അത് മറ്റു കരകളിൽ കണ്ടെത്തിയതായി വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ടാങ്കർ അല്ല, അത് അർജുന്റെ വാഹനമാണ് എന്ന അനുമാനത്തിന് കൂടുതൽ ശക്തി പകരുന്നത് അതാണ്. അർജുന്റെ വാഹനം ഇത് തന്നെയാണ്. ഏതാണ്ട് 95% അത് സ്ഥിരീകരിക്കുന്നു എന്ന് മഞ്ചേശ്വരം MLA കെ അഷ്റഫ് നേരത്തെ 24നോട് പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാർവാർ MLAയും അതുപോലെ SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് പാഞ്ഞെത്തിയതും ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി ഉയർത്തുന്നതിനുള്ള ശ്രമത്തിന് അവർ തീരുമാനം കൈക്കൊണ്ടതും അതുകൊണ്ടാണ്. മറ്റൊരു കാര്യം, ഈ ലോറിയിലെ നമ്പർ പ്ലേറ്റ് കണ്ട് വേണമെങ്കിൽ തിരിച്ചറിയാം. പക്ഷേ നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് ഈശ്വർ മാൽപ്പെ പറയുന്നുണ്ട്. താഴേക്ക് പോയി ആ മണ്ണ് അത്രയും നീക്കം ചെയ്താൽ മാത്രമേ ആ നമ്പർ പ്ലേറ്റ് അടക്കം കാണാൻ സാധിക്കുകയുള്ളൂ. അത് ശ്രമകരമാണ്. ആ ജോലി അല്ലെങ്കിൽ അത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ മെഷീനറി ഇവിടെ ഉണ്ട്. അതായത് ഈ ക്രെയിനും ഡ്രഡ്ജറും അതുപോലെ ഈ ബാർജും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ക്രെയിൻ ഉപയോഗിച്ച് ഏതാണ്ട് 50-60 ശിരൂരിലെ ഗംഗാവലി പുഴയുടെ മടിത്തട്ടിൽ കഴിഞ്ഞ 2 മാസമായി ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അരുൺ പൂപ്പറമ്പ കൂടി നമ്മോടൊപ്പം ചേരുന്നു. അരുൺ, ഇനി കുറച്ച് സമയങ്ങൾ മതിയാകും. അതാ വീണ്ടും ഒരു ടയറിന്റെ ഭാഗം കൂടി കണ്ടെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതാ പുഴയിൽ നിന്ന് എടുത്ത ടയർ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാനാവും. അരുൺ, നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് കാണിക്കുന്ന എല്ലാ ദൃശ്യങ്ങളുമാണ് വരുന്നത്, അല്ലേ? ക്രിസ്റ്റീന, അതാ 2 ടയറുകൾ ഇതാ നിലവിൽ ഇപ്പോൾ നമുക്കത് തത്സമയ ദൃശ്യങ്ങളിലൂടെ കാണാം. നിലവിൽ ഇപ്പോൾ ഡ്രഡ്ജറിലെ ഇരുമ്പ് വടം ഘടിപ്പിച്ചിട്ടുള്ള നേരത്തെ ഈശ്വർ മാൽപ്പെ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള 2 ടയറുകൾ ഇതാ ഇപ്പോൾ ഉയർത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഇരുമ്പ് വടങ്ങളിൽ അതിപ്പോൾ ആ 2 ടയറുകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ടയറുകൾ ഇനി ഈ അർജുന്റെ ലോറിയുടേതാണോ എന്നതാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത്. അതിന്റെ ലോറിയുടെ ആദ്യ ഭാഗം നേരത്തെ ഈശ്വർ മാൽപ്പെ പറഞ്ഞതുപോലെ തന്നെ ടയറുകൾ അദ്ദേഹം വ്യക്തമായി കണ്ടിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ടയറുകളാണ് ഇപ്പോൾ നിലവിൽ ഈ ഇരുമ്പ് വടത്തിൽ ഘടിപ്പിച്ച് ഇപ്പോൾ മുകളിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. ഈ ദൗത്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടമാണ്. നേരത്തെ ഈശ്വർ മാൽപ്പെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി വ്യക്തമായി ആ ടയറുകൾ ഇതാ ഇപ്പോൾ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഡ്രഡ്ജറിലെ ആ ക്രെയിനിൽ ആ ഇരുമ്പ് വടം. ഒരു നിമിഷം, ഈ ലോറിയുടെ ടയറുകൾ കണ്ടാൽ ഇത് ഏത് ലോറിയുടേത്, അതായത് അർജുൻ ഓടിച്ച വാഹനത്തിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ? ഉയർത്തിയപ്പോൾ 2 ടയറും ഒരു ഭാഗവും മാത്രമാണുള്ളത്. ഇത് അർജുന്റെ ലോറിയുടെ ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, അതിന് മനാഫാണ് സ്ഥിരീകരിക്കേണ്ടത്. ഇനി മനാഫിന്റെ പ്രതികരണം അതിലേറെ നിർണായകവുമാകും. മനാഫാണ് അത് സ്ഥിരീകരിക്കേണ്ടത്. മനാഫ് നിലവിൽ ഇവിടെയിലെ മനാഫാണ് കൃത്യമായത് അത് സ്ഥിരീകരിക്കേണ്ടത്. മനാഫ് ലോറിയുടെ ഉടമ തന്നെ ഇവിടെ ഉണ്ട്. ലോറിയുടെ ഉടമയെ അത് കാണിച്ച് അത് സ്ഥിരീകരിക്കുക എന്ന നടപടിയിലേക്കാണ് ഇനി കടക്കേണ്ടത്. എന്തായാലും അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള 2 ടയറുകൾ ഇത് അർജുന്റെ ഓടിച്ചിരുന്ന ലോറിയുടേത് തന്നെയാണോ എന്ന് ഇതാ ഇപ്പോൾ മനാഫ് ഇവിടെ ഉണ്ട്. മനാഫ് അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മനാഫ് ആ പുഴയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്തായാലും അതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ. ശിരൂരിലെ തെരച്ചിലിന്റെ നിർണായക ഘട്ടം. ലോറിയുടെ ടയർ ഈശ്വർ മാൽപ്പെ അല്പസമയം മുമ്പ് ഗംഗാവലി പുഴയിൽ കണ്ടെത്തി എന്ന് പറയുന്ന ആ ടയർ ഇപ്പോൾ ക്രെയിൻ ഘടിപ്പിച്ച് മുകളിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഈ ടയർ അർജുൻ ഓടിച്ച ലോറിയുടേത് തന്നെയാണോ എന്നറിയാൻ ഇനി കുറച്ച് സമയം കൂടി മതി. കാരണം ആ ലോറി ഉടമ എവിടെയുണ്ട്, തൻ്റെ ലോറിയുടെ ടയറാണോ അതെന്ന് അദ്ദേഹത്തിന് സ്ഥിരീകരിക്കാനാവുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അരുൺ പൂപ്പറമ്പയും അലക്സ് റാം മുഹമ്മദുമുണ്ട് ഈ ദൗത്യ മേഖലയിൽ നിന്ന്.